أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന പ്രവാചക പരമ്പരയിലെ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സംസമിന്റെ പുനരുത്ഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. തുടർച്ചയായി 4 ദിവസം അബ്ദുൽ മുത്തലിബ് സ്വപ്നം കാണുകയും അവസാനം സംസമിന്റെ സ്ഥലവും അതിന്റെ അടയാളവുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും അവിടെ നിന്ന് സംസം കണ്ടെത്തുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഖുറൈശികൾക്കിടയിൽ തർക്കം വരികയും ചെയ്ത സമയത്ത് ഒരു മധ്യസ്ഥനെ കാണാൻ ഇറങ്ങിത്തിരിക്കുകയും അതിനിടയിൽ മരുഭൂമിയിൽ വെച്ച് ഒരു അത്ഭുതം സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചു മക്കയിലേക്ക് അവർ യാത്രയാവുകയും അങ്ങനെ ആ സംസമിന്റെ വിഷയത്തിൽ തർക്കം അവിടെ അവസാനിക്കുകയാണ്. സംസമിന്റെ വിഷയം ഉണ്ടായ സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അബ്ദുൽ മുത്തലിബും അദ്ദേഹത്തിന്റെ മൂത്ത മകനും അഥവാ സംസം അന്ന് കുഴിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ശത്രുക്കളായ ആളുകൾ, അതല്ലെങ്കിൽ ഖുറൈശികളായ മറ്റുള്ളവർ വന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബിനെ പരിഹസിച്ചപ്പോ അന്ന് അബ്ദുൽ മുത്തലിബ് സങ്കടത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ട്. ഇവർക്ക് മറുപടി കൊടുക്കാൻ എനിക്കൊരാൺകുട്ടിയില്ലാതെ പോയല്ലോ, അതുകൊണ്ട് അല്ലാഹുവേ, എനിക്കൊരു 10 ആൺമക്കളെ നൽകിയാൽ അതിലൊരാളെ ഞാൻ നിനക്ക് വേണ്ടി കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് ഞാൻ ബലി നൽകാം എന്ന് അബ്ദുൽ മുത്തലിബ് അവിടെ വെച്ചൊരു ശപഥം പറയുന്നുണ്ട്, പ്രഖ്യാപനം നടത്തുന്നുണ്ട്. കാലങ്ങൾ കഴിഞ്ഞു. അബ്ദുൽ മുത്തലിബിന് അല്ലാഹു മക്കളെ കൊടുത്തു. 2, 3, 4 കഴിഞ്ഞു. അവസാനം 10, 12 മക്കളായി. ആ സമയത്താണ് 10 മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സിലേക്ക് അന്ന് ചെയ്ത ശപഥം കടന്നു വരുന്നത്. മക്കളോട് ഈ വിവരം പറഞ്ഞു. എല്ലാ മക്കളും പ്രിയപ്പെട്ടതാണ്. ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മക്കളും പ്രിയപ്പെട്ടതാണ്. പക്ഷേ അതിലൊരു മോനെ ബലി നൽകിയേ പറ്റൂ. ഞാൻ അള്ളാഹുവിനോട് ശപഥം ചെയ്തതാണ്.
അങ്ങനെ മക്കളുമായി കൂടിയാലോചന നടത്തി. മക്കളുടെ മറുപടി, ഉപ്പ, നിങ്ങൾ ശപഥം ചെയ്തതുപോലെ നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് നടപ്പാക്കാം. ഞങ്ങളിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ താങ്കൾക്ക് വേണമെങ്കിൽ നറുക്കെടുപ്പ് നടത്താം. അങ്ങനെ ആ 10 മക്കളുടെ പേരിട്ട് നറുക്കെടുപ്പ് നടത്തി. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് ആഗ്രഹിച്ചിരുന്നു, ഒരിക്കലും എന്റെ മകനായ 12 മക്കളിൽ ഒരാളായ അബ്ദുള്ളയുടെ പേര് ഒരിക്കലും വരരുത് എന്ന് ആഗ്രഹിച്ചു. പക്ഷേ നറുക്കു വീണത് അബ്ദുള്ളക്കാണ്. അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു ഉപ്പക്ക് എല്ലാ മക്കളോടും സ്നേഹമുണ്ടാകുമെങ്കിലും ചില മക്കളോട് ചില പ്രത്യേക കാരണത്താൽ ഒരൽപ്പം സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കുമെന്നതൊക്കെ സ്വാഭാവികമാണ്. അതേപോലെ അബ്ദുള്ളയുടെ സ്വഭാവം കാരണത്താലും അബ്ദുള്ളയുടെ പെരുമാറ്റം കാരണത്താലൊക്കെ അബ്ദുള്ളയോടൊരു പ്രത്യേകമായ സ്നേഹമുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബിന്. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിനെ നറുക്ക് വീഴല്ലേ അബ്ദുൽ മുത്തലിബിന് എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അബ്ദുൽ മുത്തലിബിന് നറുക്ക് വീണപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചു. പക്ഷേ നിവൃത്തിയില്ല, ബലി നൽകിയേ പറ്റൂ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയുമായി കഅബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വരികയാണ്. എല്ലാവരും ഉണ്ടവിടെ. അബ്ദുള്ളയെ ബലി നൽകാൻ പോവുകയാണ്. അബ്ദുള്ളയെ ചരിച്ചു കിടത്തി എന്നാണ് ചരിത്രം പറയുന്നത്. കഴുത്തിൽ കത്തിവെക്കാൻ പോകുന്ന സമയത്ത് ഖുറൈശികളായ ആളുകൾ വന്ന് തടഞ്ഞു. അബ്ദുൽ മുത്തലിബ്, നീ ഇത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ ഇതൊരു സുന്നത്തായി, ഒരു ചര്യയായി മാറും. നീ ഇവിടുത്തെ നേതാവാണ്, മക്കയിലെ നേതാവാണ്. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ ചെയ്താൽ പിൽക്കാലക്കാരായ ആളുകൾ നിന്നെ പിൻപറ്റി അവരുടെ ആൺമക്കളെ ഇവിടെ കൊണ്ടുവന്ന് ബലി നൽകും. അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറണം. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന് കൊടുത്ത വാക്കാണ്, റബ്ബിന് കൊടുത്ത ശപഥമാണ്, റബ്ബിന്റെ അടുത്ത് ഞാൻ ചെയ്ത ശപഥമാണ്, അതിൽ നിന്നൊരിക്കലും ഞാൻ പിന്മാറാൻ തയ്യാറല്ല എന്ന്. എല്ലാവരും കൂട്ടമായി പറഞ്ഞു, നമുക്കെന്തെങ്കിലും പരിഹാരം തേടിക്കൂടെ? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം തേടിക്കൂടെ? അങ്ങനെയാണ് പരിഹാരം തേടി വീണ്ടും ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോവുകയാണ്. ആ ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ജ്യോത്സ്യൻ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ജ്യോത്സ്യൻ പറഞ്ഞ പരിഹാരം ഇതാണ്: നിങ്ങൾ അബ്ദുള്ളയുടെയും 10 ഒട്ടകങ്ങളുടെയും പേരിൽ നറുക്കെടുക. അഥവാ ഒരു ഭാഗത്ത് അബ്ദുള്ളയുടെ പേര്, മറ്റേ ഭാഗത്ത് 10 ഒട്ടകങ്ങളുടെ പേര്. ഇങ്ങനെ നറുക്കിടാൻ പറഞ്ഞു. ജ്യോത്സ്യൻ അവരോട് ചോദിച്ച ആദ്യം വേറൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നാൽ അതിന് പരിഹാരമായി നിങ്ങൾ എന്താണ് ചെയ്യാറ്? അവർ പറഞ്ഞു, ഞങ്ങൾ 10 ഒട്ടകങ്ങളെ അതിന് പരിഹാരമായി ഞങ്ങൾ നൽകും. എന്നാൽ അതേ പരിഹാരമാണ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ നറുക്കിടണം. ജ്യോത്സ്യൻ പറയാണ്, ഒരു ഭാഗത്ത് അബ്ദുള്ളയുടെ പേരാണെങ്കിൽ മറുഭാഗത്ത് 10 ഒട്ടകങ്ങളുടെ പേര്. അങ്ങനെ നറുക്കെടുപ്പിൽ അബ്ദുള്ളക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ മറുഭാഗത്ത് 10 ഒട്ടകങ്ങളെ കൂട്ടണം. അപ്പൊ 20 ഒട്ടകങ്ങളും മറ്റേ ഭാഗത്ത് അബ്ദുള്ളയും. വീണ്ടും അബ്ദുള്ളക്കാണ് നറുക്ക് വീഴുന്നതെങ്കിൽ 20നോടൊപ്പം 10 ഒട്ടകങ്ങളെ കൂട്ടണം. അങ്ങനെ ഏത് സമയത്താണ് ഒട്ടകത്തിന് നറുക്ക് വീഴുന്നത് അതുവരെ നിങ്ങൾ നറുക്കെടുപ്പ് നടത്തണം എന്ന് ജ്യോത്സ്യൻ അവിടെ പരിഹാരമായി പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, നറുക്കെടുപ്പ് നടന്നു. 9 തവണ തുടർച്ചയായി നറുക്ക് വീണു. അബ്ദുള്ളയുടെ പേരാണ് 9 തവണയും വീണത്. 10ാമത്തെ തവണയാണ് ഒട്ടകത്തിന്റെ പേര് വീഴുന്നത്. ആദ്യത്തെ 9 തവണയും നറുക്കെട്ട സമയത്ത് അബ്ദുള്ളയുടെ പേരാണ് വന്നത്. 10ാമത്തെ സമയത്ത് നറുക്കെട്ടപ്പോൾ അപ്പോഴാണ് ഒട്ടകത്തിന്റെ പേര് വന്നത്. അങ്ങനെ ആ ഒട്ടകത്തെ 100 ഒട്ടകമായി. 10 എന്ന് പറഞ്ഞ് 9 കഴിഞ്ഞ് 10ാമത്തെ നറുക്കെത്തിയപ്പോഴേക്കും 100 ഒട്ടകങ്ങളായി. അങ്ങനെ അബ്ദുള്ളക്ക് പകരം 100 ഒട്ടകങ്ങളെ ബലി നൽകുകയും ആ ഒട്ടകങ്ങളെ വിതരണം ചെയ്യുകയും ചെയ്തു. അതിന്റെ മാംസം അവിടെയുള്ള പാവപ്പെട്ടവർക്കും മക്കക്കാരായ നിവാസികൾക്കും ഒക്കെ ആ ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്നുണ്ട്,
ഞാൻ അറുക്കപ്പെട്ട 2 വാപ്പമാരുടെ പുത്രനാണ് എന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒന്നാമത്തെ വാപ്പ നേരത്തെ നമ്മൾ ആ പരമ്പര പറഞ്ഞെടുത്തി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബി അറുക്കുവാൻ കൊണ്ടുപോകുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ. രണ്ടാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ പിതാവായ അബ്ദുൽ മുത്തലിബ് അറുക്കാൻ കൊണ്ടുപോയ രംഗം. ഇങ്ങനെ അനബനദ്ദബിഹൈൻ, ഞാൻ അറുക്കപ്പെട്ട 2 പിതാക്കന്മാരുടെ 2 വാപ്പമാരുടെ പുത്രനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നാണ് ചരിത്രത്തിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഖുറൈശികൾക്കിടയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതുവരെ ഒരു കൊലപാതകത്തിന് 10 ഒട്ടകങ്ങളായിരുന്നു പരിഹാരമായി നിർദ്ദേശിച്ചിരുന്നത് എങ്കിൽ അതിനുശേഷം ഒരു കൊലപാതകത്തിന് 100 ഒട്ടകങ്ങളെയാണ് പരിഹാരമായി അവർ നിർദ്ദേശിച്ചതും അവർ കണ്ടുവന്നിരുന്നതും. പിൽക്കാലത്ത് ഇസ്ലാം അത് കൃത്യമായി ആ രീതി നിലനിർത്തിപ്പോരുകയും അംഗീകരിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരി, അബ്ദുള്ള ബലിയിൽ നിന്നും രക്ഷപ്പെട്ടു. അബ്ദുള്ള വളരുകയാണ്, അബ്ദുള്ള യുവാവായി മാറുകയാണ്. അങ്ങനെ അബ്ദുള്ളക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബ് വിവാഹമാലോചിക്കുകയാണ്. അബ്ദുള്ളയുടെ വധുവായി അബ്ദുൽ മുത്തലിബ് കണ്ടത് അവിടെ ഉണ്ടായിരുന്ന ബനു സഹ്റ ഗോത്രത്തലവനായിരുന്ന വഹബിന്റെ മകളായ ആമിനയെയാണ്. അബ്ദുള്ളക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബ് വധുവായി കണ്ടെത്തുന്നത്. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു ആമിന. സ്ഥാനം കൊണ്ടും വംശം കൊണ്ടും ഖുറൈശികളിലെ ഉന്നത വനിതയായിരുന്നു ആമിന. അങ്ങനെ അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം വളരെ ഭംഗിയായി മക്കക്കാരെല്ലാം പങ്കെടുത്ത് നല്ല സന്തോഷത്തോടുകൂടെ ആ വിവാഹം കഴിഞ്ഞു. അവരുടെ ദാമ്പത്യ ജീവിതം 3 മാസമോ 7 മാസമോ ഒക്കെയായിരുന്നു. 2 റിപ്പോർട്ടുകൾ കാണുന്നു. ഒരു റിപ്പോർട്ടിൽ കാണുന്നത് അബ്ദുള്ളയുടെയും ആമിനയുടെയും ദാമ്പത്യകാലം 3 മാസമായിരുന്നു എന്നാണ്. അതല്ല 7 മാസമായിരുന്നുവെന്നും ചില റിപ്പോർട്ടിൽ കാണുന്നു. ഏതായിരുന്നാലും അധിക കാലമൊന്നും ഉണ്ടായിരുന്നില്ല. അബ്ദുള്ളയുടെയും ആമിനയുടെയും ദാമ്പത്യകാലം എന്ന് പറയുന്നത് ഇപ്പറഞ്ഞ ചെറിയ ഒരു കാലയളവായിരുന്നു. ആ സമയത്താണ് ഖുറൈശികളുടെ കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഖുറൈശികൾക്ക് പ്രധാനമായും വർഷത്തിൽ 2 കച്ചവട യാത്രകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് ഷാമിലേക്കായിരുന്നു. ആ ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിന്റെ യാത്ര വരുന്നത് ആ സമയത്താണ്. അബ്ദുള്ളയും പോകണം. അബ്ദുള്ളയും ആ കച്ചവട സംഘത്തോടൊപ്പം പോയി. കച്ചവട സംഘം പുറപ്പെട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് ആമിന മനസ്സിലാക്കുന്നത് താൻ ഗർഭിണിയാണെന്ന്. തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയാതെയാണ് അബ്ദുള്ള കച്ചവട സംഘത്തോടൊപ്പം ഷാമിലേക്ക് പോയത്. അങ്ങനെ തന്റെ ഭർത്താവിന്റെ വരവും കാത്ത് ഈ സന്തോഷ വർത്തമാനം പറയാൻ കാത്തിരിക്കുകയാണ് ആമിന. മക്കയുടെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ സന്തോഷത്തോടുകൂടെ തന്റെ ഭർത്താവ് വരുമ്പോ ഈ ഒരു കാര്യം തുറന്നു പറയണം, ഭർത്താവിന് എത്രമാത്രം സന്തോഷമുണ്ടാകും എന്നാലോചിച്ച് ആ രംഗം ഇങ്ങനെ മനസ്സിൽ കണ്ടിരിക്കുമ്പോഴാണ്, ആ സമയത്താണ് ഖുറൈശി സംഘം, കച്ചവട സംഘം ഷാമിൽ നിന്നും തിരിച്ചു വരുന്നത്. ഷാമിൽ നിന്നും കച്ചവട സംഘം തിരിച്ചു വരുന്ന വഴിയിൽ മദീനയിൽ വെച്ച് അബ്ദുള്ളക്ക് അസുഖം ബാധിക്കുകയാണ്. വല്ലാത്ത പ്രയാസമുണ്ടാവുകയാണ്. ആ അബ്ദുള്ളക്ക് മക്കയിലേക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെ അബ്ദുള്ള തന്റെ പിതാവായ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മയുടെ നാട്ടുകാരാണല്ലോ മദീനക്കാരായ ആളുകൾ, അഥവാ സൽമയുടെ നാട്ടുകാരാണല്ലോ അവർ. അതുകൊണ്ട് തന്നെ അബ്ദുള്ളയെ അവിടെ താമസിപ്പിക്കുകയാണ്. അബ്ദുള്ളയെ അവരുടെ വീട്ടിൽ നിർത്തുകയാണ്. വിവാഹം അസുഖം മാറിയിട്ട് മക്കയിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇപ്പോ അബ്ദുള്ള മദീനയിലാണ്. സൽമയുടെ അഥവാ വെല്ലുമ്മയുടെ കുടുംബ വീട്ടിലാണ്. അവിടെയുള്ള മാമമാരും അമ്മായിമാരും ഒക്കെയുണ്ട്, അവിടെ ബന്ധുക്കളൊക്കെയുണ്ട്. അവരുടെയൊക്കെ പരിചരണത്തിൽ അബ്ദുള്ള അസുഖബാധിതനായി, രോഗബാധിതനായി അവിടെ കഴിയുകയാണ്. പക്ഷേ ഏതാനും ദിവസം കഴിയും മുമ്പേ ആ അള്ളാഹുവിന്റെ വിധി സംഭവിക്കുകയാണ്. മദീനയിൽ വെച്ച് അബ്ദുള്ള മരണപ്പെടുകയാണ്. മരണപ്പെടുന്ന സമയത്ത് അബ്ദുള്ളയുടെ പ്രായം 25 വയസ്സായിരുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, തന്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന, താൻ ഗർഭിണിയാണെന്ന കാര്യം അറിയാത്ത, അതറിഞ്ഞിട്ടില്ല,
തന്റെ ഭർത്താവ് കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്തപ്പോ തിരിച്ചു വരുമ്പോ ആ സന്തോഷകരമായ രംഗം പറയാൻ കാത്തിരിക്കുന്ന ആമിനയുടെ മുന്നിലേക്ക് തന്റെ ഭർത്താവിന്റെ മരണവാർത്തയാണ് വരുന്നത്. എത്രമാത്രം ആ പെൺകുട്ടി, ആ ആമിന എന്ന സ്ത്രീ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടാകും. ഭർത്താവിന്റെ വിയോഗമൊന്ന്, താൻ ഗർഭിണിയാണെന്ന ആ കാര്യം പോലും തന്റെ ഭർത്താവിനെ അറിയിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം വേറെ. ഈ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന ചരിത്രകാരനുണ്ട്. അദ്ദേഹം ഈ രംഗം ഇങ്ങനെയാണ് പറഞ്ഞത്: ഫഖറജ അബ്ദുല്ലാഹി ഇല ശാമി ഫീ ഈരി ഖുറൈശ് ഫമാത ബിൽ മദീനതി വആമിനതു ഹുബ്ല ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ല ഖുറൈശി സംഘത്തോടൊപ്പം, കച്ചവട സംഘത്തോടൊപ്പം ഷാമിലേക്ക് പോവുകയാണ്. മദീനയിലെത്തിയപ്പോൾ രോഗബാധിതനായി. അവിടെ വെച്ച് അബ്ദുള്ള മരണപ്പെടുകയും എന്നാൽ ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് എന്നതാണ് ശരി. അബ്ദുള്ള മരണപ്പെട്ടു. ആമിന മക്കത്താണ്, അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയം. ആ രംഗം പിന്നീട് ആമിന പറയുന്നുണ്ട്. ഗർഭകാലത്ത് ഒരു സ്ത്രീക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രയാസവും ഞാൻ മുഹമ്മദിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ആമിന പിന്നീട് പറയുന്നുണ്ട്. ഹലീമ എന്ന സ്ത്രീയോട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, സ്വാഭാവികമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണല്ലോ, ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ട്, ഒരൽപ്പം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് ഓരോ മാതാവും ഗർഭം ചുമക്കുന്നത്, ആ അവസ്ഥ തരണം ചെയ്തു പോകുന്നത്. എന്നാൽ ആമിനക്ക് അത്തരമൊരു പ്രയാസം ഉണ്ടായില്ല എന്ന് ആമിന തന്നെ പിന്നീട് പറഞ്ഞതായി, ഹലീമ ബീവിയോട് പറഞ്ഞതായി ചരിത്രത്തിൽ പിന്നീട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ശരി, തിരുപ്പിറവി അടുക്കുകയാണ്. മക്കയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒരുക്കങ്ങൾ അവിടെ ഒന്നാമത്തെ ഒരുക്കം നടന്നു കഴിഞ്ഞു. ഏതാണ് ഒരുക്കം? സംസം റെഡിയായി കഴിഞ്ഞു. അതുവരെ 400, 300, 400 വർഷങ്ങളായി സംസം എവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സംസം റെഡിയായി കഴിഞ്ഞു. ഇനി അവിടെയുള്ളത് കഅബയാണ്. ആ കഅബയിലേക്ക് ആളുകളെ ശ്രദ്ധ കൊണ്ടുവരണം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളുടെ ശ്രദ്ധ ആ മക്കയിലേക്ക് കൊണ്ടുവരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുൻപേ ആ മക്ക എന്ന കഅബ എന്ന സ്ഥലം, കഅബയുള്ള മക്ക എന്ന സ്ഥലം, അത് കൃത്യമായി ലോകത്തിന്റെ ശ്രദ്ധ ഒന്നുകൂടെ കൊണ്ടുവരണം എന്ന് അല്ലാഹുവിന് നിർബന്ധമുണ്ട്. അതാണ് അടുത്ത രംഗം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആനക്കലഹ സംഭവം ഉണ്ടാക്കിയത്. ആനക്കലഹ സംഭവം ആമിന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് ആനക്കലഹ സംഭവം. കൃത്യമായി ചരിത്രം പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കുന്നതിന്റെ, പ്രവാചകൻ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന്റെ ഏകദേശം 50 or 55 ദിവസങ്ങൾക്ക് മുൻപ്, റസൂൽ ഈ ലോകത്തേക്ക് കടന്നു വരുന്നതിന്റെ 50 or 55 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആനക്കലഹ സംഭവം ഉണ്ടായത് എന്നാണ് ചരിത്രം പറയുന്നത്. വിശുദ്ധ കഅബയെ പൊളിക്കാൻ, വിശുദ്ധ കഅബയെ തകർക്കാൻ അബ്രഹത്തും കൂട്ടരും ആനപ്പട്ടാളവുമായി കടന്നു വന്ന്, എന്നാൽ അല്ലാഹുവിന്റെ കൃത്യമായ തീരുമാനപ്രകാരം ആ കഅബയെ തൊടാൻ കഴിയാതെ, മക്കയെ തൊടാൻ കഴിയാതെ, തകർക്കാൻ കഴിയാതെ പരാജയപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്ന രംഗം, അതിനെയാണ് ആനക്കലഹ സംഭവം എന്ന് പറയുന്നത്. ഖുർആൻ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ ആനക്കാരെ കുറിച്ചാണ്, ആനയെ കുറിച്ചാണ്. ആന എന്ന് പേരുള്ള ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആനക്കലഹ സംഭവം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. എന്താണ് ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞാൽ, അബിസീനിയയിലെ ചക്രവർത്തിയായിരുന്നു നജ്ജാശി എന്നത്. നജ്ജാശി എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ പേരല്ല, മറിച്ച് എത്യോപ്യയുടെ ഭരണാധികാരികൾക്ക് പറയുന്ന പേരാണ് നജ്ജാശികൾ. നജ്ജാശി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, മറിച്ച് എത്യോപ്യ ഭരിച്ചിരുന്ന മുഴുവൻ ഭരണാധികാരികളുടെയും പേരാണ് നജ്ജാശികൾ. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, യമനിലെ ഹിമ്മർ രാജാക്കന്മാരെ മൊത്തത്തിൽ അറിയപ്പെടുന്നത് തുബ്ബ എന്നാണ്. തുബ്ബ നമ്മുടെ ചരിത്രത്തിൽ പിന്നീട് വരുന്നുണ്ട്. യമനിലെ ഹിമ്മർ രാജാക്കന്മാരെ മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത് പിന്നെ തുബ്ബ എന്നാണ്.
ഈജിപ്തിലെ ഭരണാധികാരികളെ മൊത്തത്തിൽ അറിയപ്പെട്ടിരുന്നത് ഫിർഔൻ, ഫറോവമാർ എന്നാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരിയുടെ പേരല്ല, മറിച്ച് ഈജിപ്ത് ഭരിച്ചിരുന്ന മുഴുവൻ ഭരണാധികാരികളുടെ പേരും ഫിർഔൻ എന്നായിരുന്നു. അതുപോലെ തന്നെ റോം ഭരിച്ച ഭരണാധികാരികളുടെ പേരാണ് കൈസർ, പേർഷ്യയിലെ ഭരണാധികാരികളുടെ പേരാണ് കിസ്ര. ഇതുപോലെ എത്യോപ്യ ഭരിച്ച ഭരണാധികാരികളുടെ പേരാണ് നജ്ജാശി എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു നജ്ജാശി കടന്നു വരുന്നുണ്ട്. നമ്മൾ ആ ചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ നജ്ജാശിയെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്നാൽ ആ നജ്ജാശി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നജ്ജാശിയുടെ പിതാക്കന്മാരായിരുന്നു ഈ നജ്ജാശികൾ എന്ന് ചില ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഏതായിരുന്നാലും നജ്ജാശിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന അബ്രഹത്ത് എന്നു പേരുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി എത്യോപ്യയിലുള്ള ആ നജ്ജാശി ഭരണത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി വലിയൊരു ചർച്ചുണ്ടാക്കുകയാണ്. യമനിലെ സൻആ എന്ന് പറയുന്ന സൻആ പട്ടണത്തിൽ ഒരു വലിയ ക്രിസ്തീയ ദേവാലയം അവിടെ ഉണ്ടാക്കുകയാണ്, ചർച്ചുണ്ടാക്കുകയാണ്. അതിന്റെ പേരാണ് കുല്ലൈസ് എന്ന്. എന്നും ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അതിന്റെ അവശേഷിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ മുന്നിലുള്ള ആ ഒരു ഓർക്കയുണ്ടല്ലോ, എന്താണ് ആ വലിയൊരു കിണർ പോലെയുള്ള ആ ഒരു കാര്യമുണ്ടല്ലോ, കുഴിയുണ്ടല്ലോ, അതിൽ പറയപ്പെടുന്നത് ഇന്നും മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന, അവിടുത്തെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന സ്ഥലമായി ഇന്നും അവിടെ നിലനിൽക്കുന്നു എന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നുണ്ട് എന്താണ് അതിന്റെ കാരണമെന്ന്. നോക്കൂ നിങ്ങൾ, ഇവിടെ യമൻ ഭരണാധികാരിയായ അബ്രഹത്ത് ഈ പറയുന്ന യമനിലെ സൻആ പട്ടണത്തിൽ ക്രിസ്തീയ ഒരു ആരാധനാലയം ഉണ്ടാക്കുകയാണ്. കുല്ലൈസ് എന്നായിരുന്നു അതിന്റെ പേര്. എന്തിനാണ് ഈ പറയുന്ന അബ്രഹത്ത് അങ്ങനത്തെ ഒരു കൊട്ടാരം, അങ്ങനത്തെ ഒരു വലിയ ചർച്ച അവിടെ ഉണ്ടാക്കാനുള്ള കാരണം? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, എത്യോപ്യയിലെ ഭരണാധികാരികളായ നജ്ജാശികളുടെ പ്രീതി തനിക്ക് പിടിച്ചുപറ്റണം, അവരുടെ ഇഷ്ടം പിടിച്ചുപറ്റണം. അതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യം ലോകത്തിന്റെ ശ്രദ്ധ മക്കയിലേക്കാണ്. മക്കയിലേക്കാണ് ആളുകൾ ഹജ്ജിന് വരുന്നത്. മക്കയിലേക്കാണ് ആളുകൾ തീർത്ഥാടന കേന്ദ്രമായി ആളുകളുടെ മനസ്സിലുള്ളതും തെരഞ്ഞെടുത്തിട്ടുള്ളതും. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം. കാരണം മക്ക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത്രയൊന്നും സൗന്ദര്യമില്ലാത്ത ചെറിയ ഒരു കെട്ടിടമാണ്. അവിടെ നിന്നും പിന്നെ ചെത്തിയെടുത്തിട്ടുള്ള ചതുരക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കെട്ടിടം. ആ കെട്ടിടത്തിലേക്കാണ് ആളുകൾ പോകുന്നത്. എന്നാൽ ആളുകളുടെ ഒഴുക്ക് തടയണം. അതുകൊണ്ട് മക്കയിൽ നിന്നും ആളുകളെ ഇങ്ങോട്ട് വിളിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ നജ്ജാശി, ഈ അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ് യമനിലെ സൻആ പട്ടണത്തിൽ വലിയൊരു ചർച്ച്, കുല്ലൈസ്, വലിയൊരു ചർച്ച് ഉണ്ടാക്കുകയാണ്. പക്ഷേ ആളുകൾ അങ്ങോട്ട് വരുന്നില്ല. ഈ കഅബയേക്കാളും നല്ല മനോഹരമായ കുല്ലൈസ് ഈ ചർച്ച് ഉണ്ടാക്കിയിട്ടും ആളുകളൊക്കെ പോകുന്നത് മക്കത്തേക്കാണ്. അബ്രഹത്തിന് അറിയില്ലല്ലോ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തു പടച്ച റബ്ബിനെ ആരാധിക്കാനായി, പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനായി പണിതുയർത്തിയ ഒന്നാമത്തെ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുലിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാരകൻ വഹുദൽ ലിൽ ആലമീൻ. ലോകത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒന്നാമത്തെ ഭവനം. അവിടെ വെച്ച് ഇബ്രാഹിം നബിയുടെ ദുആ, ഫജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വീ ഇലൈഹിം. അല്ലാഹുവേ, ലോകരുടെ മനസ്സ് ഈ പരിശുദ്ധമായ കഅബയിലേക്ക്, പരിശുദ്ധമായ മനസ്സിലേക്ക് നീ തിരിച്ചുവിടണമേ എന്ന് അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. ഇത് അബ്രഹത്തിന് മനസ്സിലായിട്ടുണ്ടാവൂല. ഒരുപക്ഷെ തിരിച്ചറിയാത്ത അബ്രഹത്ത് ആ മക്കയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് നിർത്താൻ വേണ്ടി ഈ യമനിലെ സൻആ പട്ടണത്തിൽ വലിയൊരു ചർച്ച് കുല്ലൈസ് അവിടെ പണിയുകയാണ്. എന്നാൽ ഇതറിഞ്ഞ കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാൾ മക്കയിൽ നിന്ന് ഈ യമനിലേക്ക് യാത്ര ചെയ്ത് ആ ചർച്ചിൽ കയറി മലമൂത്ര വിസർജനം നടത്തി. രഹസ്യമായിട്ടാണ് അദ്ദേഹം പോയത് എന്നതാണ്. പക്ഷേ സ്വാഭാവികമായും പിന്നീട് എന്താണ് ഉണ്ടാവുക എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അബ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ വെച്ച് അബ്രഹത്തൊരു ശപഥമെടുക്കുകയാണ്, ഞാൻ കഅബാലയം തകർക്കും, കഅബാലയം ഞാൻ തകർക്കും എന്നവിടെ വെച്ച് അബ്രഹത്തൊരു ശപഥമെടുക്കുകയാണ്. അങ്ങനെ 60,000-ഓളം വരുന്ന ഒരു സൈന്യം മക്കയെ ലക്ഷ്യമാക്കി, ഒരു ആനപ്പട്ടാളം മക്കയെ ലക്ഷ്യമാക്കി പോവുകയാണ്.
നോക്കൂ നിങ്ങൾ, അതിൽ ആനകളുണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അതിന് ആനക്കലഹ സംഭവം ആമുൽ ഫീൽ എന്നാണ് ആ വർഷത്തിന് അറിയപ്പെടുന്നത് പോലും. ആമുൽ ഫീൽ, ആനക്കലഹ സംഭവം നടന്ന വർഷത്തിന്, ആ വർഷത്തിന് പേരിട്ടത് ചരിത്രത്തിൽ ആമുൽ ഫീൽ എന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ആനക്കലഹ സംഭവത്തിന് നേതൃത്വം നൽകിയ ആനയുടെ പേര് പോലും ചരിത്രത്തിൽ കാണാം. ആനയുടെ പേര് മഹ്മൂദ് എന്നായിരുന്നു. ആനയുടെ പാപ്പാന്റെ പേര് ഉനൈസ് എന്നായിരുന്നു. ഉനൈസ് പിന്നീട് നമ്മുടെ ചരിത്രത്തിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്, അവിടെ വിശദീകരിക്കാം. ശരി, അങ്ങനെ അവർ മക്കയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ആനകളോട്, ആനപ്പട്ടാളത്തോട് യുദ്ധം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. ആനപ്പട്ടാളത്തോട് മാത്രമല്ല, വലിയ പുറം രാജ്യക്കാരുമായി യുദ്ധം ചെയ്ത പരിചയവും അറബികൾക്കില്ല. അവർക്കിടയിലെ നാട്ടു രാജാക്കന്മാരും ഗോത്രങ്ങളുമായി പരസ്പരം യുദ്ധം ചെയ്തിരുന്ന, പരസ്പരം പോരടിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു അവർ. പക്ഷേ അവരിലേക്കാണ് അബ്രഹത്തും സൈന്യവും ആനപ്പട്ടാളവുമായി കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓടിയൊളിക്കുകയാണ്. മക്കയിൽ ആളുകൾ എല്ലാവരും ഓടിയൊളിക്കുകയാണ്, കുന്നിൻ മുകളിൽ അഭയം തേടുകയാണ്. കഅബയെ കാണാത്ത രൂപത്തിൽ കുന്നിന്റെ പുറകിലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണ്. കാരണം എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയോ? അവരവരുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു കഅബാലയത്തെ. ഖുറൈശികൾ അവരുടെ ജീവനേക്കാൾ കഅബാലയത്തെ സ്നേഹിക്കുന്നുണ്ട്. ആ കഅബാലയത്തെ തകർക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും കാണാൻ കഴിയില്ല. ആ രംഗത്തിന് ഞങ്ങൾ സാക്ഷികളാകല്ലേ എന്നതുകൊണ്ട് തന്നെ അവർ പിന്നെ ഓരോ കുന്നിന്റെ പുറകിലേക്കായി മാറി നിന്നു എന്നതാണ്. ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, അബ്രഹത്തും രാജാവും മക്കയോടടുക്കുകയാണ്. യമനിൽ നിന്ന് പുറപ്പെട്ട് മക്കയോടടുത്തു, അറഫയോടടുത്തെത്തി. അവിടെ വെച്ചാണ് ഖുറൈശികളുടെ സ്വത്ത് അവർ കവർന്നു. അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെയും അവർ പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും കുറച്ചുകൂടെ കഅബാലയത്തിന്റെ അടുത്തേക്ക് അവർ കടന്നു വരികയാണ്. ആ സമയത്ത് അബ്രഹത്ത് ആവശ്യപ്പെടുന്നുണ്ട്, മക്കയുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരാളില്ലേ, അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. അബ്രഹത്തെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ആളയച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. ആ സമയത്ത് ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാം ആ രംഗം. ഫലമ്മാ റആഹു അബ്രഹത്തു അജല്ല, അബ്രഹത്തിന്റെ അടുത്തേക്ക് ഈ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് അബ്രഹത്ത് അദ്ദേഹത്തെ വലിയ ആദരവ് നൽകിയെന്നാണ്. എന്തേ കാരണം എന്നറിയോ? വകാന അബ്ദുൽ മുത്തലിബി റജുലൻ ജമീലൻ ഹസനൽ മൻദർ, കാണാൻ നല്ല ഭംഗിയായിരുന്നു അബ്ദുൽ മുത്തലിബിനെ എന്നാണ്. കാണുമ്പോ തന്നെ ഒരു ബഹുമാനം തോന്നുന്ന മുഖത്തിന്റെ ഉടമയായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നായിരുന്നു. ആ മുഖം കണ്ടപ്പോഴേക്കും, ആദ്യമായിട്ടാണല്ലോ അബ്രഹത്ത് ആ മുഖം കാണുന്നത്, ആ മുഖം കണ്ടപ്പോഴേക്കും അബ്രഹത്തിന് ആ വലിയൊരു ബഹുമാനം തോന്നി. അങ്ങനെ വനസല അബ്രഹത്തു അൻ ശരീരിഹി, അബ്രഹത്ത് അവന്റെ ചെയറിൽ നിന്നും അവന്റെ ആ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറങ്ങി. എന്നിട്ടോ വജലസ മഅഹു അലൽ ബിസാജ്, പിന്നെ അബ്ദുൽ മുത്തലിബ് ഇരിക്കുന്ന ആ നിലത്ത് തന്നെ അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് അബ്രഹത്ത് വന്നിരുന്നു എന്നതാണ്. എന്നിട്ട് അബ്രഹത്ത് ചോദിച്ചു, ഹാജത്തുക, അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ച ചോദ്യമാണ്, എന്താണ് താങ്കൾക്ക് വേണ്ടത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇന്ന ഹാജതി അയ്യറുദ്ദ അലയ്യൽ മലികു മിഅതൈ ബഈരിൻ അസ്വാബഹാരി, എന്റെ ആവശ്യം ഒന്നേ ഉള്ളൂ. എന്താണ് എന്റെ ആവശ്യം? എന്റെ 200 ഒട്ടകങ്ങളെ നിങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, ആ ഒട്ടകങ്ങളെ എനിക്ക് തിരിച്ചു തരണം. ഇതാണ് അബ്ദുൽ മുത്തലിബ് ആകെ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അബ്രഹത്ത് പറഞ്ഞു, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനായിരുന്നു, ഭയങ്കര ആദരവായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഈ സംസാരം കേട്ടതോടുകൂടെ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. കാരണം എന്താണെന്നറിയോ? 200 ഒട്ടകത്തിന്റെ വിഷയത്തിലാണോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ളത്? ഞാനിവിടെ വന്നത് കഅബാലയം തകർക്കാനാണ്. ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവനേക്കാളേറെ കഅബാലയത്തെ സ്നേഹിക്കുന്നു എന്നാണ്. പക്ഷെ ആ കഅബാലയത്തെ തകർക്കാൻ വന്ന ഞാൻ, എന്നിട്ട് എന്നോട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ കഅബാലയം തകർക്കല്ലേ എന്നല്ലേ നിങ്ങൾ ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് പറയേണ്ടത്? പക്ഷെ അതുപോലും പറയാതെ നിങ്ങൾക്ക് വലുത് ആ കഅബാലയത്തെക്കാൾ 200 ഒട്ടകമാണോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാചകമുണ്ട്, അതാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച വല്ലാത്തൊരു വാചകം. അബ്ദുൽ മുത്തലിബിന്റെ വാചകം, ഇന്നി അന റബ്ബുൽ ഇബ്ലി വ ഇന്ന ലിൽ ബൈത്തി റബ്ബാ സയംനഉഹു, ഇന്നി അന റബ്ബുൽ ഇബ്ൽ, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഞാനാണ്. വ ഇന്ന ലിൽ ബൈത്തി റബ്ബാ, കഅബാലയത്തിന് ഒരു നാഥനുണ്ട്, ഈ കഅബാലയത്തിന് ഒരു ഉടമസ്ഥനുണ്ട്. സയംനഉഹു, അവൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും.
ഒട്ടകം എന്റേതാണ്, പക്ഷെ കഅബാലയം എന്റേതല്ല, അത് റബ്ബിന്റേതാണ്. ആ റബ്ബ് അതിനെ സംരക്ഷിക്കും. ആ സമയത്ത് അബ്രഹത്ത് പറഞ്ഞു, നാണ് ശരി, മാ കാന ലിയംതനിഅ മിന്നി, ഇല്ല അബ്ദുൽ മുത്തലിബേ, ഒരിക്കലും എന്നിൽ നിന്ന് കഅബാലയത്തെ തടയാൻ നിന്റെ റബ്ബിന് കഴിയില്ല, ഒരാൾക്കും കഴിയില്ല, അത് അസാധ്യമാണ്, എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അൻത വദാക്, അത് നീയും റബ്ബും കൂടി ഹൈക്കോ, എനിക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, എനിക്കതറിയേണ്ട കാര്യമില്ല, അത് നീയും നിന്റെ റബ്ബും കൂടി ആയിക്കോ എന്നതാണ്. എന്നിട്ടതാ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബ് ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹ്ഫദ് കഅബതി വഖൗമി വഅസ്ലിഹ് അംറനാ വഅൻകിസ്നാ മിൻ കുല്ലി അസൻ വമുഹ്ലിക്. ഓ അല്ലാഹ്, ഈ കഅബാലയത്തെയും ഇവിടത്തെ മക്കയിലെ ജനങ്ങളെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും റബ്ബേ നീ ശരിയാക്കി തരണേ, ഈ അബ്രഹത്തിന്റെ ദുരന്തത്തിൽ നിന്നും അവന്റെ ശല്യത്തിൽ നിന്നും നാശത്തിൽ നിന്നും റബ്ബേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് അവിടെ വെച്ച് അബ്ദുൽ മുത്തലിബ് അള്ളാഹുവോട് ദുആ ചെയ്തു എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. ഇതെപ്പോഴാണെന്നും കൂടെ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുൻപുള്ള സംഭവമാണ്. ആ സമയത്താണ് അബ്ദുൽ മുത്തലിബ് വിളിക്കുന്നത് ആരെ? അള്ളാഹുവിനെ. റബ്ബേ അല്ലാഹുമ്മ എന്ന് അബ്ദുൽ മുത്തലിബ് വിളിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന്റെ മുൻപാണ് എന്നുകൂടെ ആ ചരിത്രത്തിൽ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരി, പിറ്റേ ദിവസം രാവിലെ അബ്രഹത്ത് തന്റെ സൈന്യത്തെ ഇളക്കി വിടുകയാണ്. ആനപ്പട്ടാളം മക്കയിലേക്ക് പ്രവേശിക്കാൻ ഒരുക്കം നടത്തുകയാണ്. അങ്ങനെ അബ്രഹത്തും സൈന്യവും ആനപ്പട്ടാളവും ഒക്കെയായി കഅബാലയത്തിന്റെ അടുത്തേക്ക് വന്നു. പക്ഷേ കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആന അവിടെ മുട്ടുകുത്തിയിരുന്നു. ആന മുന്നോട്ട് പോകുന്നില്ല, അതിനൊരടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എത്ര ഉപദ്രവിച്ചിട്ടും ആന അനങ്ങുന്നില്ല. ആനയെ ഷാമിലേക്ക് തിരിച്ചു നിർത്തുന്നു. ആന ഉടനടി എഴുന്നേൽക്കുകയും അങ്ങോട്ട് ഓടുകയും ചെയ്യുന്നു. ആനയെ യമൻ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തുന്നു, എഴുന്നേൽക്കുന്നു, ആന അങ്ങോട്ട് ഓടുന്നു. ആ സമയത്ത് ആനയെ കഅബാലയത്തിന്റെ അടുത്തേക്ക് തിരിച്ചു നിർത്തുന്നു. ആന അവിടെ ഇരിക്കുന്നു, ആനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കഅബാലയത്തിന്റെ നേർക്കല്ലാതെ ബാക്കി എല്ലാ ദിശയിലേക്കും ആന പോകുന്നുണ്ട്. കഅബാലയത്തിന്റെ അടുത്തേക്ക് ഒരടി പോലും ആനക്ക് നീങ്ങാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഒരിക്കലും ഇനി ആനയെ കൊണ്ട് രക്ഷപ്പെടാൻ, ആനയെ സൂചി കൊണ്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, ഉപദ്രവിച്ചു നോക്കിനാണ്. എന്നിട്ടെങ്കിലും ആന പോയി ആ കഅബയെ ഒന്ന് തകർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കഅബാലയത്തിന് നേരെ ആന അനങ്ങുന്നില്ല. രക്ഷയില്ല എന്ന് കണ്ടപ്പോ, ഇനി ശ്രമിച്ചിട്ട് ശ്രമം പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അബ്രഹത്ത് എന്ത് ചെയ്തു? സൈന്യത്തോട് പറഞ്ഞു, ഇനി ആരും നോക്കി നിൽക്കേണ്ട, എല്ലാവരും കഅബയെ തകർക്കുക, കഅബയെ പൊളിച്ചു കളയുക. അങ്ങനെ ആ സമയത്ത് അബ്രഹത്തും സൈന്യവും കഅബാലയത്തിന്റെ അടുത്തേക്ക് പോകേണ്ട താമസം. ആ സമയത്ത് അല്ലാഹുവിന്റെ സൈന്യം കടന്നു വരികയാണ്. ആകാശത്ത് നിന്നതാ പ്രത്യേകമായ ഒരു പക്ഷിക്കൂട്ടം പ്രത്യക്ഷപ്പെടുകയാണ്. ഓരോ പക്ഷിയുടെ അടുത്തും 3 കല്ലുകൾ വീതമുണ്ടായിരുന്നു. ആ പക്ഷികൾ അവരുടെ കയ്യിലുള്ള, അവരുടെ അടുത്തുള്ള കല്ലുകൾ താഴേക്കിടുമ്പോ ആരുടെ ദേഹത്താണോ ആ കല്ലുകൾ പതിക്കുന്നത് അവരുടെ ശരീരം ഉരുകിയൊലിക്കാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലാണത്. ആരുല്ല, കഅബാലയം മാത്രം ഉണ്ടായിരുന്ന എല്ലാവരും ഓടിയൊളിച്ചു. ഇവരെ തടയാൻ കഴിയില്ല എന്നുറപ്പായപ്പോ ആ സമയത്ത് അല്ലാഹു തൊയ്റൻ അബാബീൽ, പക്ഷിക്കൂട്ടങ്ങളെ പടച്ച റബ്ബിറക്കി. അബാബീൽ പക്ഷികളല്ല കേട്ടോ. സ്വാഭാവികമായ ആളുകളൊക്കെ പറയാറ് അബാബീൽ പക്ഷികൾ അല്ലാഹു ഇറക്കി എന്നാണ്. അങ്ങനെയല്ല. അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെങ്കിൽ കൂട്ടങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. തൊയ്റൻ അബാബീൽ, പക്ഷിക്കൂട്ടങ്ങൾ എന്നാണ്. ആ പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹു ഇറക്കി. ഓരോ പക്ഷിയുടെ അടുത്തും 3 കല്ലുകൾ വീതമുണ്ടായിരുന്നു. ആ കല്ലുകൾ കൊണ്ട് ആ കല്ലവർ താഴേക്കിടുന്നു. ആരുടെ ദേഹത്താണോ ആ കല്ല് പതിക്കുന്നത് അവരുടെ ശരീരം ഉരുകിയൊലിക്കാൻ തുടങ്ങി, അവരുടെ അവയവങ്ങൾ വേർപ്പെടാൻ തുടങ്ങി. അവസാനം ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോലെയായി. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രം ആ സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു, പരാജയം സംഭവിക്കേണ്ടി വന്നു. ഇതാണ് ആനക്കലഹ സംഭവം. വിശുദ്ധ ഖുർആൻ ഒരധ്യായം മുഴുവൻ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലാഹ് നമ്മളോട് പറയുകയാണ്, ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്താണെന്ന് നീ കണ്ടില്ലേ? അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ.
അവരുടെ തന്ത്രം അല്ലാഹു പിഴവിലാക്കിയില്ലേ? വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അല്ലാഹു അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴിപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ടവരെ എറിയുന്നതായ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. അള്ളാഹുവിന്റെ ഇടപെടൽ നശിച്ചുപോയി. ആ സൈന്യമങ്ങളെ നശിച്ചു പോവുകയാണ്. എന്നാൽ ഇത് കാണാൻ അള്ളാഹു അബ്രഹത്തിനെ ബാക്കിയാക്കി. അബ്രഹത്തിനെ പടച്ചറബ് കൊന്നില്ല, അബ്രഹത്തിനെ അവിടെ നശിപ്പിച്ചില്ല, അബ്രഹത്ത് അവിടെ വെച്ച് മരിച്ചിട്ടില്ല. അബ്രഹത്ത് തിരിച്ച് യമനിലേക്ക് യാത്രയായി. കൊണ്ടുപോയത് എല്ലാവരും പിടിച്ച് എടുത്തു കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും ശക്തമായ അസുഖം, ശക്തമായ രോഗം അബ്രഹത്തിന് ബാധിച്ചു. അങ്ങനെ ആ രോഗം കാരണത്താൽ അബ്രഹത്തിന്റെ ഓരോ വിരലുകൾ, ആദ്യം സംഭവിച്ചത് അതാണെന്നാണ്, ഓരോ വിരലുകൾ മുറിഞ്ഞു വീണു, ഓരോന്നോരോന്നായി വിരലുകൾ മുറിഞ്ഞു വീണു. അങ്ങനെ സ്വൻആയിലെത്തിയപ്പോഴേക്കും അബ്രഹത്തെ ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെയായി എന്നാണ്, ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെയായി. ഒരു പക്ഷിക്കുഞ്ഞ് ജനിക്കുന്ന സന്ദർഭത്തിൽ അതിനെ തൊട്ടാൽ എത്രമാത്രം അതിന് വേദനിക്കുമോ, അതിന്റെ ശരീരത്തിന് വേദനിക്കുമോ, അതുപോലെ അബ്രഹത്തിന്റെ ശരീരത്തിൽ ആ രൂപത്തിൽ ആരെങ്കിലും സ്പർശിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരം നുറുങ്ങുമായിരുന്നു, ആ ഭാഗം വല്ലാതെ പ്രയാസപ്പെടുമായിരുന്നു. അങ്ങനെ വേദനകൾ സഹിച്ച് ദയനീയമായി ഹൃദയം പൊട്ടി അബ്രഹത്ത് ആ യമനിൽ വെച്ച് മരണപ്പെട്ടു എന്നതാണ്. ഇതാണ് ആനക്കലഹ സംഭവം. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അബ്രഹത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയത് കഅബാലയത്തെ മാത്രമല്ല, ആ മക്കയെയും അവിടെ 55 ദിവസം കഴിഞ്ഞാൽ ജനിക്കാനിരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വല്ലാത്ത ഇടപെടുകയാണ്. മാത്രവുമല്ല, വർഷങ്ങൾക്ക് ശേഷം ആയിഷ ബീബി പറയുന്നുണ്ട്, ഒരുപാട് നാളുകൾക്ക് ശേഷം ആനക്കലഹത്തിന് വന്ന ആ പാപ്പാനെയും അദ്ദേഹത്തിന്റെ സഹായിയെയും ഞങ്ങൾ മക്കയിൽ കണ്ടു. അവർ അന്ധരായിരുന്നു. ഒരുപാട് കാലം ഭക്ഷണത്തിനു വേണ്ടി അവർ യാചിക്കുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് പിന്നീട് ആയിഷ ബീവി പറഞ്ഞതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആയിഷ ബീവി ജനിക്കുന്നത് ആനക്കലഹം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ്. ആനക്കലഹം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടും അന്ന് ആനയുടെ പാപ്പാനായി വന്ന ഉനൈസ് അന്ധനായി അവിടെ അംഗവൈകല്യം സംഭവിച്ച് അവിടെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മയായ ആയിഷത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹ നമ്മളോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തമായി അവരെ അവിടെ അവശേഷിപ്പിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള ഒരു തകർക്കൽ അല്ലാഹു ആ ആനപ്പട്ടാളത്തെ തകർത്ത് കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് അല്ലാഹു മക്കയെ ആദരിക്കുകയാണ്, മക്കയെ സംരക്ഷിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷം മക്കയെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്. മക്കക്കാരെ കൂടുതൽ ആളുകൾ ഒരു പ്രത്യേകമായ രൂപത്തിൽ അവരെ ഒരിക്കലും ഉപദ്രവിക്കാതെ, ഒരാൾ പോലും അവരെ കുറ്റപ്പെടുത്താതെ അവരെ എല്ലാവരും ആദരിക്കുന്ന അവസ്ഥയിലേക്ക് മക്ക എന്ന് കേൾക്കുമ്പോഴേക്കും ലോകത്തിന്റെ ശ്രദ്ധ അവിടേക്ക് കടന്നു വരുന്ന രൂപത്തിൽ ഈ സംഭവത്തിന് ശേഷമായി എന്നാണ് ചരിത്രം പറയുന്നത്. ശരി, മക്കയെ അല്ലാഹു സംരക്ഷിച്ചെങ്കിൽ ഇനിയുള്ളത് മദീനയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കേണ്ടത് മക്കയിൽ മാത്രമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്ന് ഹിജ്റ പോകേണ്ട ഒരു മണ്ണുണ്ട്. ആ മണ്ണിന്റെ പേരാണ് മദീന. ആ മദീനയെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുൻപേ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ ശ്രദ്ധ ആ മദീനയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയുമായിട്ടുള്ള കണക്ഷൻ, ആ ബന്ധം നമ്മൾ പറഞ്ഞില്ലേ? അഥവാ നബിയുടെ വല്ലിപ്പമാരിൽ ഒരാളായ ഹാഷിം വിവാഹം ചെയ്തത് മദീനയിൽ നിന്നാണ്. മദീനക്കാരിയായ സൽമയെയാണ്. നബിയുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് ഷൈബ എന്ന പേരുള്ള സമയത്ത് അബ്ദുൽ മുത്തലിബ് വളർന്നത് മദീനക്കാർക്കിടയിലാണ്, മദീനയിലാണ്. നബിയുടെ വാപ്പയായ അബ്ദുള്ള മരണപ്പെട്ടതും നബിയുടെ വാപ്പയായ അബ്ദുള്ളയെ മറമാടിയതും മദീനയിലാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടത്തെ 53ാമത്തെ വയസ്സിൽ യാത്ര ചെയ്യേണ്ട, ഹിജ്റ ചെയ്യേണ്ട മണ്ണിന്റെ പേരും മദീന എന്നാണ്. അതുകൊണ്ട് തന്നെ മക്കയെ മാത്രമല്ല മദീനയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കണം.
എന്നത് പടച്ച റബ്ബിന്റെ പ്രത്യേകമായ തീരുമാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യമനിലെ ഹിമ്യർ രാജാക്കന്മാരിൽ ഒരാളായ സഅദുൽ തുബ്ബ, ഹിമ്യർ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, തുബ്ബ ഭരണത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽപ്പെട്ട ഒരാളുടെ പേരാണ് സഅദുൽ തുബ്ബ. അദ്ദേഹം മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയെ തകർക്കലാണ് അവരുടെ ലക്ഷ്യം. മദീനയെ തകർക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഈ സഅദുൽ തുബ്ബ എന്ന ഭരണാധികാരി മദീനയിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ ഈ തുബ്ബയിനെ കുറിച്ച് പറയുന്നുണ്ട്. ഖൗമു തുബ്ബ, സൂറത്തു ദുഖാനിലെ 37-ാമത്തെ ആയത്തിൽ തുബ്ബയിന്റെ ജനത എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തുബ്ബയിനെ നിങ്ങൾ പഴിക്കരുത്. അദ്ദേഹം മുസ്ലിമായിരുന്നു. എന്നാൽ തുബ്ബയിന്റെ ജനത അഥവാ അവരുടെ പിൻഗാമികൾ അവർ പിഴച്ചുപോയി, അതാണ് സംഭവിച്ചത് എന്ന്. ശരി, അതിൽപ്പെട്ട സഅദുൽ തുബ്ബ മദീനയെ ആക്രമിക്കാൻ, അഥവാ അന്ന് മദീനയുടെ പേര് യസ്രിബ് എന്നായി, ആ യസ്രിബിനെ ആക്രമിക്കാൻ മദീനയിലേക്ക് കടന്നു വരികയാണ്. മദീനയെ ആക്രമിക്കാൻ എല്ലാവിധ സൈന്യത്തോടു കൂടിയാണ് സഅദുൽ തുബ്ബ കടന്നു വരുന്നത്. അങ്ങനെ ശക്തമായ യുദ്ധം നടക്കാൻ പോവുകയാണ്. മദീനക്കാരെ കുറിച്ച് നമുക്കറിയാം, അവർ കൃഷിക്കാരാണ്. അവരുടെ ഉപജീവനം കൃഷിയാണ്. മക്കക്കാരുടെ ഉപജീവനം കച്ചവടമാണെങ്കിൽ മദീനക്കാരുടെ ഉപജീവനം കൃഷിയാണ്. അവർക്ക് വലിയ യുദ്ധങ്ങളൊന്നും പരിചയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന ശക്തമായ 2 ഗോത്രങ്ങളുണ്ട് അവിടെ. അവർക്കിടയിൽ പരസ്പരം പോരുകൾ ഉണ്ടാകും. ചെറിയ ചെറിയ ആഭ്യന്തര യുദ്ധങ്ങളും ആഭ്യന്തര തർക്കങ്ങളും ഒക്കെ അവിടെ നടക്കും. അതല്ലാതെ പുറം രാജ്യക്കാരുമായി അതുവരെ ഒരു യുദ്ധം മദീനക്കാർക്ക് പരിചയമില്ല. പക്ഷേ മദീനയെ ആക്രമിക്കാൻ വേണ്ടി പുറത്തു നിന്നും ഒരു സൈന്യം വന്നപ്പോ അവർ കൂട്ടമായി നിന്നു. എന്നിട്ട് ഒന്നിച്ചു നേരിട്ടു ഈ സഅദുൽ തുബ്ബയിനെയും സൈന്യത്തെയും. പകൽ സമയത്ത് ശക്തമായ യുദ്ധം, ശക്തമായ പോരാട്ടം. എന്നാൽ അവിടെ രാത്രിയിൽ അതിഥികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടെ മദീനക്കാർ നടത്തിയെന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മദീനക്കാർ എന്നും പേര് കേട്ടിട്ടുള്ളത് അതിഥികളെ ആദരിക്കുന്നവർ എന്നാണ്. മദീനയിലേക്ക് ആര് കടന്നു ചെന്നാലും 2 കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമേ മദീനക്കുള്ളൂ. ഇവിടെ മദീനയെ ആക്രമിക്കാൻ വേണ്ടിയാണ് സഅദുൽ തുബ്ബവും കൂട്ടരും യമനിൽ നിന്ന് വന്നത് എങ്കിലും അവർ ഞങ്ങളുടെ അതിഥികളാണ്. മദീനയിലേക്ക് ആര് കടന്നു വന്നാലും ഞങ്ങളുടെ അതിഥികളാണ്. അതുകൊണ്ട് സഅദുൽ തുബ്ബവിനെയും കൂട്ടരെയും പകൽ സമയത്ത് ഞങ്ങൾ നേരിടും, രാത്രിയിൽ അവർക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ കൊടുക്കും. അങ്ങനെ ശക്തമായ യുദ്ധം പകൽ സമയത്ത് നടക്കുന്നു. രാത്രിയിൽ അവർ അവരെ സൽക്കരിക്കുകയാണ്. എന്നാൽ ഈ സൽക്കാരം സഅദുൽ തുബ്ബയിനെ വല്ലാതെ ആകർഷിച്ചു. സഅദുൽ തുബ്ബയിന്റെ മനസ്സിലേക്ക് വല്ലാത്തൊരു ചിന്ത കടന്നു വന്നു. ഇവരെത്രമാത്രം മാന്യന്മാരായതുകൊണ്ടാവണം ഇവർ ഞങ്ങൾ ആദരിക്കുന്നത്. ഇവർ ജീവിക്കുന്ന ഈ ഇടം തകർക്കാൻ വേണ്ടി വന്ന ഞങ്ങളെ ഇവർ ആദരിക്കുകയോ, ഇവർ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുകയോ? അങ്ങനെ അവരിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ യഹൂദ പണ്ഡിതന്മാരെ കാണുന്നു. യഹൂദ പണ്ഡിതരോട് ഈ സഅദുൽ തുബ്ബ ഈ രംഗം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ആ സമയത്ത് യഹൂദ പണ്ഡിതന്മാർ സഅദുൽ തുബ്ബഇന് നൽകിയ മറുപടി ഇതാണ്: ഇന്നഹാ ദാറു മുഹാജിരി നബിയ്യിൻ യഖ്റുജു ഫി ആഖിരി സമാൻ ഫലാ തസ്ന ബിഹാ ശൈഅൻ. ഈ പട്ടണം സാധാരണ പട്ടണമല്ല. ഒരു പ്രവാചകൻ വരാനുണ്ട്. ഇവിടെ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന മണ്ണാണ് ഈ പട്ടണം. ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകന് ഹിജ്റ ചെയ്യാനുള്ള മണ്ണാണിത്. അതുകൊണ്ട് ഈ പട്ടണത്തെ നീ ഒരിക്കലും തകർക്കാൻ പാടില്ല, ഈ പട്ടണത്തെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് അവിടെ വെച്ച് യഹൂദ പണ്ഡിതന്മാർ പറഞ്ഞുവെന്നാണ്. കാരണം യഹൂദികൾക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെക്കാൾ ഏതാൾക്കൂട്ടത്തിന്റെ ഇടയിലും തന്റെ മക്കളെ കണ്ടാൽ ഒരു വാപ്പക്കും ഉമ്മക്കും അതെന്റെ മോനാണെന്ന് തിരിച്ചറിയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഹൂദികൾക്ക് തിരിച്ചറിയാമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിഞ്ഞ സംഭവം ഇതിനുശേഷം പിന്നീടും ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ പിറവിക്ക് ശേഷം പ്രവാചകന്റെ 8-ാമത്തെയോ 10-ാമത്തെയോ വയസ്സിൽ ഒരു യാത്ര ചെയ്യുന്നുണ്ട്. ആ സമയത്തും ഇതുപോലെ യഹൂദി പണ്ഡിതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുന്നുണ്ട്. അത് പിന്നീട് വിശദീകരിക്കാം. ശരി, അങ്ങനെ യഹൂദി പണ്ഡിതൻ പറഞ്ഞു, ഇതിനെ തകർക്കാൻ പാടില്ല, ഇത് ആദരിക്കപ്പെടേണ്ട മണ്ണാണ്, ഇതിലേക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് കേട്ടപ്പോ ഈ സഅദുൽ തുബ്ബ എന്ത് ചെയ്തുവെന്നോ, ഫഹ്തറമഹാ, ആ മദീനയെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്.
അവിടെ കുറച്ചു കാലം താമസിക്കുകയും ചെയ്തു. എന്നിട്ടോ വബനാ ബുയൂതൻ, അവിടെ കുറെ വീടുകൾ പണിതു, കുറെ വീടുണ്ടാക്കിയാണ്. എന്നിട്ട് സുമ്മ റഹല അൻഹാ, കുറച്ചു കാലം കഴിഞ്ഞപ്പോ സഅദുൽ തുബ്ബ അവിടെ നിന്ന് മടങ്ങി യമനിലേക്ക് പോയി. സഅദുൽ തുബ്ബ ചെയ്തത് അതാണ്. മദീനയിൽ കുറെ വീടുണ്ടാക്കി, ചെറിയ ചെറിയ വീടുകളെ കുറെ ഉണ്ടാക്കി വെച്ചു. ആ വീടുകളിൽ ഒരു വീട്ടിലാണ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവിടുത്തെ 53ാമത്തെ വയസ്സിൽ ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നപ്പോ മഹാനായ അബൂ അയ്യൂബിൽ അൻസ്വാരിയുടെ വീട്ടിൽ റസൂലുള്ളാഹി താമസിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ അബൂ അയ്യൂബിൽ അൻസ്വാരിയുടെ വീട് കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ സഅദുൽ തുബ്ബ ഉണ്ടാക്കിയ വീടുകളിൽ ഒരു വീടായിരുന്നുവെന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരിക്കലും സാധാരണ നടക്കുന്ന ഒരു സംഭവമല്ല, യാദൃശ്ചികമായി നടക്കുന്ന ഒരു കാര്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വന്നപ്പോ പറഞ്ഞില്ലേ, എല്ലാവരും വിളിച്ചല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. ഒട്ടകത്തിന്റെ കയർ പിടിച്ചു വലിച്ചു, ഒട്ടകത്തെ വിളിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ദഅഹാ, ഒട്ടകത്തെ നിങ്ങൾ വിടാ. ഒട്ടകത്തിന് പടച്ച റബ്ബിന്റെ കൽപ്പനയുണ്ട്, എവിടെയാണോ ഒട്ടകം മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ താമസം. അങ്ങനെ പോയി മുട്ടുകുത്തിയ വീടിന്റെ പേരാണ് അബൂ അയ്യൂബിൽ അൻസ്വാരിയുടെ വീട്. ആ അബൂ അയ്യൂബിൽ അൻസ്വാരിയുടെ വീട് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപേ സഅദുൽ തുബ്ബ ആ യഹൂദ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം അവിടെ മദീനത്തുണ്ടാക്കിയ വീടുകളിൽ ഒരു വീടായിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഇടപെടലും മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ തിരുപ്പിറവിയും ഒക്കെ എത്രമാത്രം അത്ഭുതമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ജന്മമെടുക്കാൻ പോവുകയാണ്. ആമിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകിയാൽ ആ രംഗം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കാൻ, അറിയാൻ, മനസ്സിലാക്കാൻ, അവിടത്തോട് കൂടുതൽ ഹുബ്ബ് നേടാൻ, അവിടത്തോട് കൂടുതൽ ഇഷ്ടം നേടാൻ നാഥ, അവിടത്തോട് കൂടുതൽ ഇഷ്ടം നേടാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നാഥ ഈ സദസ്സ് വിട്ടുപിരിയും മുൻപായി നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് വിശ്വാസികളുണ്ട്. അതിൽ ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ പലരുടെയും വല്ലിപ്പമാരും വല്ലിമ്മമാരും ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരടക്കമുണ്ട്. റബ്ബേ, അവർക്കൊക്കെയും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ നാഥ, അവർക്ക് നീ ആരോഗ്യം നൽകണേ റഹ്മാനെ, അവർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ, അവർക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. നാഥ, അവരെ അനുസരിക്കുന്ന, അവരുടെ തൃപ്തിയോടുകൂടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഈ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ മക്കൾ നീ തന്ന വല്ലാത്ത അനുഗ്രഹമാണ്. ഞങ്ങളുടെ ജോലിയും ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ഇണകളും ഞങ്ങളുടെ മാതാപിതാക്കളും അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നാഥ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളിലും നിന്റെ ബർക്കത്തും റഹ്മത്തും നിലനിർത്തി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാഥ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്ന ആ മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും കുടുംബത്തെയും മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ പ്രവാചകന്മാർക്കൊപ്പം, സിദ്ദീഖുകൾക്കൊപ്പം, ശുഹദാക്കൾക്കൊപ്പം, സാലിഹീങ്ങൾക്കൊപ്പം നാഥാ പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.